നിക്ക്. കൺസ്ട്രക്ഷൻസ്, ഇവന്റെ ഒരു ജോലി. ഈ ജോലി കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണല്ലോ. മേഡം, മേഡം എന്താ വിളിച്ചത്? വന്ന് കാറി കയറി, ഞാനവിടെ ഇറക്കിയേക്കാം. താങ്ക് യു, താങ്ക് യു മേഡം, താങ്ക് യു, താങ്ക് യു. ഒന്ന് നിൽക്കണം മേഡം. സർക്കാർ ചട്ടങ്ങളെ തലനാഴിയുടെ വ്യത്യാസമില്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം ജീവിതത്തിലും ആ ചട്ടങ്ങൾ പാലിക്കണം. സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്നും പറഞ്ഞ് പല കീഴുദ്യോഗസ്ഥരെയും നിർത്തിപ്പൊരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. KL65F 3267 ഇന്നോവ കാർ, ഇത് കേരള സർക്കാരിൻ്റെതാണ്. ഈ കിടക്കുന്ന വാഹനത്തിന് എണ്ണയടിക്കുന്നതും അതിന്റെ മെയിൻ്റനൻസ് നടത്തുന്നതും മാഡത്തിന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടോ തറവാട്ട് പണം ഉപയോഗിച്ചിട്ടോ അല്ല. ഇത് ഗവൺമെന്റ് ഫണ്ടാണ്. സ്വന്തം ഭർത്താവിനെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു വഴിക്ക് ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയി ഇറക്കി വിടുന്നത് മഹാ അപരാധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും മാഡത്തിനെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ചെല്ല്. ഇപ്പൊ കേടെനിക്കല്ല, ആകാശേട്ടനാ. അരവിന്ദ് ഏട്ടനെ ശ്രേയ ഒന്ന് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നോളും. ശ്രേയ, നീ വണ്ടി എടുത്ത് പോവാൻ നോക്ക്. നിർത്തടി. ഇറങ്ങി ഇങ്ങോട്ട്. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങാൻ. ഇത് ഗവൺമെന്റ് വെഹിക്കിൾ ആണ്, കുടുംബക്കാർക്ക് യാത്ര ചെയ്യാനുള്ളതല്ല. നിങ്ങളുടെ അനിയന് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്. ഒരു കാര്യം ചെയ്, അനിയനോട് പറ എവിടെയാ പോകണ്ടേന്ന് വെച്ചാ അനിയൻ കൊണ്ട് ആക്കിത്തരും. ഇപ്പൊ സമാധാനമല്ലടാ നിനക്ക്? ഒരു കാരണവശാലും എനിക്കൊരു ജോലി കിട്ടരുത്, അതല്ലടാ നിന്റെ ആഗ്രഹം. അരവിന്ദേട്ടാ, ടെൻഷൻ ആവാതിരിക്കെ. അരവിന്ദേട്ടൻ എവിടെയാ പോണ്ടെന്ന് വെച്ചാൽ ആകാശേട്ടൻ ആക്കി തരും. അരവിന്ദേട്ടൻ ഒന്ന് സമാധാനപ്പെടാ. ഇനി സമാധാനപ്പെടാനൊന്നുമില്ല. ഇവൻ തന്നെ എന്നെ കൺസ്ട്രക്ഷന്റെ ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടാക്കിയേ പറ്റൂ. ഇവനല്ലായിരുന്നു വലിയ ഏനക്കേട്. വണ്ടി എടുക്കടാ. ഞാനങ്ങനെ പറഞ്ഞു പോയിട്ടുള്ള ശിക്ഷയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആദ്യമേ തന്നെ എന്നെ അവിടെ ആക്കിത്താടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. ചേട്ടൻ വന്ന് കയറ്, ഞാൻ ആക്കിത്തരാം. മേഡം, വൈകുന്നേരത്ത് ഞാൻ വരുന്നതേ എനിക്ക് ജോലി കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത കൊണ്ടായിരിക്കും. ആ ഗുഡ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കണം. ബൈ. ആ ഗുഡ് ന്യൂസിന് ഇന്ന് ഞാൻ ബാഡ് ന്യൂസ് ആക്കി തരാം. ആകാശേട്ടന് വേണ്ടി ഞാൻ ശ്രേയോട് സോറി പറയാം. എന്റെ ഉള്ളിലെ തീ എത്രത്തോളം വലുതാണെന്ന് നിനക്കറിയാം. 1000 വീടിന്റെ ഒരു മൂലയിൽ നിന്നും കത്തിച്ചു തുടങ്ങാ ഞാൻ. അതണച്ചു കളഞ്ഞ് എന്നും ഈ കുടുംബത്തെ സമാധാനം ഉണ്ടാക്കി കളയാമെന്ന് എന്തെങ്കിലും വ്യാമോഹം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇനി അധികകാലം എടുക്കലടി. 1000 വീട് നിന്ന് കത്തും. കത്തി അമരും. അത് കണ്ട് നീ കരയും.
ജോലി കിട്ടില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ആ പാപഭാരം എങ്ങനെ ആകാശിന്റെ തലയിൽ കെട്ടിവെക്കാന്ന് ചിന്തിച്ച് നടക്കുകയായിരുന്നു ഞാൻ. മണ്ടനാണ് ആകാശേ നീ. നിനക്കുള്ള കുഴി നീ തന്നെ കുഴിച്ചു. ഒരു പണി നീ വന്നിരുന്ന് വാങ്ങിച്ചല്ലോ ആകാശേ. ഇനി എന്റെ ബാക്കി കളികൾ കൂടി ആകുമ്പോ നീ ശരിക്കും കുടുങ്ങും. കൊടുക്കും നിന്നെ ഞാൻ. ആയിരപ്പുറ വീട് ഇന്ന് നിന്ന് കത്തും, അതുറപ്പ്. അങ്കിളിന്റെ ഭാഗ്യമില്ലാതായിപ്പോയി. അഞ്ജന ഉണ്ടാക്കിയ നല്ല ഒന്നാം തരം തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു. ആരുണ്ടാക്കിയെന്നാ പറഞ്ഞേ? ഇവളോ? ഇവൾ അടുക്കള കയറിയോ? ആ ദേ, എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ അമ്മ. ഞാൻ വീട്ടിൽ വെച്ച് അടുക്കള കയറാറില്ലേ? മോളെ, ഇവള് നിന്നെ വെറുതെ കുറ്റം പറയുന്നതാ. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കാനൊക്കെ എന്റെ മോള് അടുക്കള കയറാറുണ്ട്. അച്ഛാ, അമ്മയുടെ പക്ഷം ചേരില്ലേ? ദേ, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. നല്ല അസല് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അഞ്ജന. എന്നിട്ട് എന്തിനാ അത് പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? എടുത്തോണ്ട് വാ മോളെ, അതിന്റെ ടേസ്റ്റ് കൂടെ നോക്കട്ടെ. അത് ബാലമാമ ചട്നി കഴിച്ച കിരണ്ട തന്നെ കണ്ണു പെട്ടതാന്ന് തോന്നുന്നു. അവന്റെ തന്നെ കൈതട്ടി ആ പാത്രം നിലത്ത് വീണ് ചട്നി മുഴുവൻ പോയി. ശ്ശേ, അതെന്തായാലും നന്നായി. അത് കഴിക്കേണ്ടി വന്നില്ലല്ലോ. കൂടുതലൊന്നും കളിയാക്കണ്ട. ദേ, ഈ നിൽക്കുന്ന ചാരു ചേച്ചിയാ എന്നെ തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ പഠിപ്പിച്ചേ. ഞാൻ നല്ല അസലായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. എന്നാ പിന്നെ ഫുൾ ടൈം ചാരുമോള് കൂടെ അങ്ങ് കുടിക്കോ. നീ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും നല്ല ഒന്നാം തരം കുക്കായി മാറണം നീ. പിന്നെ ഭക്ഷണത്തിന്റെ പേരിൽ കിരൺ വഴക്കുണ്ടാക്കില്ലല്ലോ. ആഹാ, നിങ്ങളെല്ലാവരും കഴിക്കായിരുന്നോ? എന്നിട്ട് എന്താ ചാരു എന്നെ വിളിക്കായിരുന്നേ? ദേഹം ആ സകലം വേദനയാ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എഴുന്നേറ്റ് വന്നേനെന്നറിയാവോ? ഭക്ഷണം കഴിക്കാൻ രമേശേട്ടനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശപ്പ് തോന്നിയാൽ എടുത്ത് കഴിക്കാനും രമേശേട്ടന് മടിയില്ല. സത്യത്തിൽ എനിക്ക് അതാ ഇഷ്ടം. ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കഴിക്കുന്നവർക്ക് കൊടുക്കാൻ തന്നെ ഒരു തൃപ്തിയല്ലേ. ബാല, നിന്റെ മരുമോക്ക് നല്ല ബുദ്ധിയാ. പായ്പാടിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വിട്ടുപോയി. അതിന് എത്ര ബ്രില്യന്റ് ആയിട്ടാ പായ്പാടിന് അനുകൂലമായിട്ട് മാറ്റിയത്. ഞാൻ പറഞ്ഞത് എന്റെ ഒരു ഇഷ്ടാ. അതിപ്പോ അങ്കിളായാലും ശരി, ചാരുമോളെ വിശക്കുന്നൂന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ ആ സമയം ഇല്ലാത്തത് ഉണ്ടാക്കി തരാനും എനിക്ക് വലിയ ഉത്സാഹം.